കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് BJP. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയെ എങ്ങനെയാണ് വധിച്ചതെന്നുള്ളത് കൃത്യമായും നമുക്കറിയാം. ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത രണ്ട് മഹത് വ്യക്തികളാണ് രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും. അവരുടെ തലമുറയിൽപ്പെട്ട രാഹുൽ ഗാന്ധിയെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നു വരികയാണ്. കൃത്യമായ രാഷ്ട്രീയ നീക്കം ചിലയിടങ്ങളിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും SPG സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നിരവധിയായിട്ടുള്ള റോഡ് ഷോകളും നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകളും നടത്തേണ്ടതുണ്ട്. ജനമധ്യത്തിലായിരിക്കും ഇതെല്ലാം നടത്തുന്നത്. പ്രത്യേകമായി യാതൊരു സുരക്ഷയും ഇവർക്ക് കാണില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെ വിലയേറിയ ജീവനുകൾ സംരക്ഷിക്കുക എന്നുള്ളതും ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയായവരെ സംരക്ഷിച്ച് പിടിക്കുക എന്നുള്ളതും വർഗീയവാദികൾക്ക് അടിയറവ് വെക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തെയും രാഹുൽ ഗാന്ധിയും നിരന്തരമായി കുറ്റപ്പെടുത്തുന്നത് പ്രധാനമായും BJPയുടെ നേതൃത്വം തന്നെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. BJPയിലെ വർഗീയ വെറിയന്മാർ വലിയ തോതിൽ രാഹുൽ ഗാന്ധിയെ ഉന്മൂലനം ചെയ്തു കളയും എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നാവറക്കുന്നവർക്ക് 11 ലക്ഷം രൂപ ഇനാം എന്നാണ് ശിവസേനയിലെ ഷിൻഡെ വിഭാഗം MLA വരെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ഒരു നടപടി പോലും എടുക്കാതെ ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പലരും ഈ കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ BJP നടുങ്ങിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹിഡൻ അജണ്ടകൾ പലതും പൊളിച്ചടുക്കുകയാണ് രാഹുൽ ഗാന്ധി. ഒരു രീതിയിലും ഹിന്ദു മുസൽമാൻ എന്നുള്ള തരംതിരിവ് വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഒത്തൊരുമിപ്പിക്കുന്ന ശ്രമങ്ങളെ BJP ഭയത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധിയെ തകർക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ പലയിടങ്ങളിൽ പല രീതിയിൽ നടക്കുമ്പോൾ അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള രീതികളാണ് സംഘപരിവാർ സംഘടനകൾ നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി എന്ന ഏറ്റവും ഹീനകരമായ വാക്കുകളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉരുവിട്ടത്. അതിനുശേഷം BJPയിലെ പല നേതാക്കളും ഇത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. BJPയിലെ ഒരു സഹമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള കൊലവിളി നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ, പ്രിയങ്ക ഗാന്ധിയുടെ സുരക്ഷ ഇത് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.